ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 14 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. സംസ്ഥാനത്ത് ആദ്യമായി വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പാക്കുന്ന ആശുപത്രി ഏതെന്നാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ്. എന്താണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വരാൻ പോകുന്നത്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കുക. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ്, കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്താണ് വെർച്വൽ ഓട്ടോപ്സി എന്താണ് സംവിധാനം നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഇനി എന്താണ് ഈ ഒരു വെർച്വൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞത്? നമ്മുടെ ഈ ഒരു മരണശേഷം എന്തെങ്കിലും കാരണം കൊണ്ട് എന്താണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം സാധാരണ എന്താണ് കീറി മുറിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന് പകരമായിട്ട് എന്താ ഇമേജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെയാണ് എന്താണ് വെർച്വൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ എന്താണ് നമുക്ക് ഈ ഒരു മരണശേഷം ശരീരം കീറി മുറിക്കാതെ തന്നെ എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല ഇതെന്താണ് ഈ ഒരു ഡേറ്റാസ് ഒക്കെ അതിന്റെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിജിറ്റലായിട്ട് തന്നെ ശേഖരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിജിറ്റലായിട്ട് ശേഖരിക്കുന്നത് വഴി ഭാവിയിൽ എന്തെങ്കിലും കാരണം ഇതിലൂടെ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ടിലൂടെ അത് സഹായിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നത് കൂടിയാണ്. കാരണം എന്താണ് അത് വെർച്വലി അതായത് ഡിജിറ്റലി തന്നെ ആ രേഖകളൊക്കെ ഡേറ്റാസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സംവിധാനം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഏത് ആശുപത്രിയിലാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു സംവിധാനം വരാൻ പോകുന്നത്. വെർച്വൽ ഓട്ടോപ്സി ആണ്. ശരീരം കീറി മുറിക്കാതെ തന്നെ എന്താണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇമേജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരുന്നത്. ഇനി ഈ ഒരു സംവിധാനത്തിൽ തന്നെ അതായത് ഈ ഒരു വെർച്വൽ ഓട്ടോപ്സി ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാഹചര്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ദുരൂഹ സാഹചര്യത്തിലല്ലാതെ മരണമടയുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്താണ് എന്തെങ്കിലും രോഗം വന്ന് മരിക്കുകയോ അല്ലെങ്കിൽ എന്താ ദുരൂഹ സാഹചര്യത്തിലല്ലാതെ മരണപ്പെടുന്ന ഒരു എന്താണ് വ്യക്തിയിലാണ് ഈ ഒരു ഓട്ടോപ്സി വെർച്വൽ ഓട്ടോപ്സി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ കൂടുതൽ കേസുകളായിട്ട് പോകുന്നതും അല്ലെങ്കിൽ വളരെ ദുരൂഹ സാഹചര്യത്തിലോട്ട് പോകുന്ന ഒരു കേസുകളിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ ഒരു വെർച്വൽ ഓട്ടോപ്സി എന്താണ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു സംവിധാനം നടപ്പിലാക്കുന്ന ആശുപത്രി ഏതാണ്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു വെർച്വൽ ഓട്ടോപ്സി വരാൻ പോകുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. INS ബാസ് നാവിക വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. എവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണെന്നാണ് ഈ ഒരു INS ബാസ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിലുള്ള ഈ ഒരു INS ബാസ് നാവിക വ്യോമത്താവളം വികസിപ്പിക്കുന്നതിന് പകരമായിട്ട് ഇവിടെ 13,000 കോടി രൂപയുടെ മറ്റൊരു വ്യോമത്താവളം വരികയാണ്. മറ്റൊരു ഗ്രീൻഫീൽഡ് സിവിൽ മിലിറ്ററി താവളം വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് വരുന്നത്. ഗ്രീൻഫീൽഡ് സിവിൽ മിലിറ്ററി വിമാനത്താവളം വരികയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വരികയാണ്. ഈ ഒരു INS ബാസ് നാവിക വ്യോമത്താവളം വികസിപ്പിക്കുന്നതിന് പകരമായിട്ടാണ് ഈ ഒരു ഗ്രീൻഫീൽഡ് സിവിൽ മിലിറ്ററി വിമാനത്താവളം വരുന്നത്. അപ്പോൾ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡമാൻ നിക്കോബാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ ഒരു ഗ്രീൻഫീൽഡ് സിവിൽ മിലിറ്ററി വിമാനത്താവളം വരാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ മുടങ്ങിക്കിടന്നിരുന്ന കീർത്തായി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം സർക്കാർ ത്വരിതപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു പഹൽഗാം യുദ്ധത്തെ തുടർന്നുള്ള കുറെ കാര്യങ്ങൾ, ആ ഒരു ഭീകരാവസ്ഥയെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഈ ഒരു ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ അവിടെ മുടങ്ങിക്കിടന്നിരുന്ന ഈ ഒരു കീർത്തായി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം സർക്കാർ ത്വരിതപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നമുക്കറിയാവുന്നതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലുള്ള പല ജലവൈദ്യുത പദ്ധതികളും ഇത്തരത്തിൽ പുനരാവിഷ്കരിച്ചുകൊണ്ട് വരികയാണ്. അതൊക്കെ പുനഃപ്രവർത്തിപ്പിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ചെനാബ് നദിയിൽ മുടങ്ങിക്കിടന്നിരുന്ന ഒരു പദ്ധതിയായിരുന്നു കീർത്തായി. ഓർത്തു വെക്കുക, കീർത്തായി സ്റ്റേജ് 2 എന്നുള്ള ഈ ഒരു ജലവൈദ്യുത പദ്ധതി, അതിന്റെ നിർമ്മാണം വീണ്ടും ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേഷ്ടാവായ തരുൺ കപൂറിന്റെ കാലാവധി നീട്ടി എന്നുള്ള കാര്യമാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഉപദേഷ്ടാവാണ് തരുൺ കപൂർ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 1 വർഷത്തേക്ക് കൂടി അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ്.
ആണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ടാലന്റ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ബെസ്റ്റ് ഓഫറാണ്. LP UP അസിസ്റ്റന്റ് എക്സാം ഇനി ഉടൻ തന്നെ വരുന്നതാണ്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി ടാലന്റിന്റെ LP UP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. താഴെ തന്നിരിക്കുന്ന ഒരു ലിങ്കിൽ വഴി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടെ LP UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫറിൽ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഈ ഒരു പഠനത്തിലൂടെ തന്നെ ടീച്ചർ എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പോയിന്റ് നോക്കാം. ഇനി നമ്മൾ നോക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. അപകടകരമായ രാസവസ്തു ആയിട്ടുള്ള ഈ ഒരു എപ്പിക്ലോറോഹൈഡ്രിൻ എന്നുള്ള ഈ ഒരു വസ്തു. അപ്പോൾ ഈ ഒരു രാസവസ്തു അടങ്ങിയിരിക്കുന്ന ടീ ബാഗുകൾക്ക് എന്താണ് BIS എന്താണ് ഇനി അതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് BIS ഇതിന് വേണ്ടിയിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു രാസവസ്തു അടങ്ങിയിട്ടുള്ള ടീ ബാഗുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മൾ ഈ ഒരു ടീ കോഫി ബാഗുകളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ടീ ബാഗുകളുടെ ഈ ഒരു കവർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പർ കോട്ടിംഗ് പോലെയുള്ള ആ ഒരു കവറിന് കൂടുതൽ ക്വാളിറ്റി നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഈ ഒരു എപ്പിക്ലോറോഹൈഡ്രിൻ എന്ന് പറയുന്ന ഈ ഒരു രാസവസ്തു. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഫി അല്ലെങ്കിൽ ടീ കുടിക്കുന്നത്. അത്തരത്തിലിടുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് നമ്മുടെ ശരീരത്തിന്, ആ ഒരു ചായയിൽ അത് അടങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ക്യാൻസർ വരെ രോഗങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ള കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് ഇതിനെ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ BIS ആണ് ഇതിനെ വിലക്കേർപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഈ ഒരു ടീ ബാഗുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഏത് രാസവസ്തുവിന്റെ സാന്നിധ്യം ഉള്ളതാണെന്നുകൂടി ഓർത്തു വെക്കുക. എപ്പിക്ലോറോഹൈഡ്രിൻ അടങ്ങിയിട്ടുള്ള ടീ ബാഗുകൾ, ടീ, അതേപോലെ ഗ്രീൻ ടീ തുടങ്ങിയവയിലൊക്കെ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഇത് അടങ്ങിയിട്ടുള്ള ടീ ബാഗുകൾക്കാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. ആ ഒരു രാസവസ്തുവിന്റെ പേരും അതേപോലെ ഈ ഒരു വിലക്കേർപ്പെടുത്തിയ ഏജൻസി ഏതാണെന്ന് കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. സാപ്ലിംഗ് ഡയലോഗ് 2026 വേദി എവിടെയെന്നാണ് നോക്കുന്നത്. അഹമ്മദാബാദ് ആണ് ഇതിന്റെ വേദിയായിട്ട് വന്നത്. സാപ്ലിംഗ് ഡയലോഗ് 2026 ഇനി സാപ്ലിംഗ് എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. സൗത്ത് ഏഷ്യൻ പോളിസി ലീഡർഷിപ്പ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷൻ ആൻഡ് ഗ്രോത്ത് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. സൗത്ത് ഏഷ്യൻ പോളിസി ലീഡർഷിപ്പ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷൻ ആൻഡ് ഗ്രോത്ത് എന്നുള്ളതാണ് ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു സാപ്ലിംഗ് ഡയലോഗ് 2026 വേദി എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അഹമ്മദാബാദ് ആണ് വേദിയായി വരുന്നത്. ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയവും അതുപോലെ തന്നെ ലോകബാങ്കും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഈ ഒരു സാപ്ലിംഗ് ഡയലോഗ് സംഘടിപ്പിച്ചത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. ദക്ഷിണേഷ്യയിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതേപോലെ ഈ ഒരു തൊഴിൽ വളർച്ചയ്ക്ക് ഈ ഒരു ഭക്ഷ്യ സംസ്കരണം കൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് ഇതിലൂടെ ഉദ്ദേശം വെക്കുന്നത്. ഈ ഒരു ഡയലോഗിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സാപ്ലിംഗ് ഡയലോഗിലൂടെ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ അഹമ്മദാബാദിലാണ് ഇത് നടന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ സാപ്ലിംഗിന്റെ ഫുൾ ഫോം എന്താന്ന് പറഞ്ഞു അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു പ്രമേയമാണ്. 2026 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ് നോക്കുന്നത്. അപ്പോൾ 2026 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഇതാണ്: റെഡ് കാർഡ് ടു ചൈൽഡ് ലേബർ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസന്റ് വർക്ക് ഫോർ അഡൽട്സ് എന്നുള്ളതാണ് ഇതിന്റെ പ്രമേയം വരുന്നത്. അപ്പോൾ 2026 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ് നോക്കിയത്. ഇനി ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ 12-നാണ്. എല്ലാ വർഷവും ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2026 ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് നമ്മൾ നോക്കിയത്. റെഡ് കാർഡ് ടു ചൈൽഡ് ലേബർ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസന്റ് വർക്ക് ഫോർ അഡൽട്സ് എന്നുള്ളതാണ് 2026 ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ടാലന്റ് സ്റ്റഡി മേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗൈഡാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗൈഡിലൂടെ വളരെ ഈസി ആയിട്ട് SCRT പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ഈ ഒരു ബുക്കിന്റെ ഗൈഡും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കും ഉൾപ്പെടുന്നതാണ്. LCRT സ്കൂൾ ബുക്സിന്റെ ഗൈഡ്സും അതേപോലെ ക്വസ്റ്റ്യൻ ബാങ്കും ആണ് ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് സ്റ്റഡി മേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു SCRT പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി
വേണ്ടിയിട്ട് ടാലന്റ് സ്റ്റഡി മേറ്റ് തയ്യാറാക്കിയിട്ടുള്ള ബുക്കാണിത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ ആരെന്നാണ്? എന്താണ് ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ ആരെന്നാണ്? എലോൺ മസ്ക് ആണ്. ആരാണെന്ന് ഓർത്ത് വെക്കുക, എലോൺ മസ്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ ആയിരിക്കുന്നത്. ഇനി അദ്ദേഹം പെട്ടെന്ന് ഈ ഒരു കാര്യം സാധിച്ചത്, അദ്ദേഹത്തിന്റെ കമ്പനി ഏതാണെന്നറിയാം, സ്പേസ് എക്സിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് എക്സ് കമ്പനിയുടെ IPO എന്താണ്? ഇനീഷ്യൽ പബ്ലിക് ഓഫർ. IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഓഹരി എന്നാണ് കൂടുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൂടുകയും ചെയ്തു. അപ്പോൾ അതിലൂടെയാണ് അദ്ദേഹത്തിന്റെ എന്താണ് ഈ ഒരു ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ ആയിട്ട് അദ്ദേഹത്തിന് മാറാനായിട്ട് സാധിച്ചത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ കമ്പനി? നമ്മൾ പറഞ്ഞു സ്പേസ് എക്സ് എന്നുള്ള ഈ ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതെന്താണ് അവരുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു IPOയുടെ ഓഫറിലൂടെയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ വരുമാനം പെട്ടെന്ന് കൂടുകയും ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ ആയിട്ട് എലോൺ മസ്ക് മാറുകയും ചെയ്തത്. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അദ്ദേഹത്തെ കുറിച്ച് കുറെ പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തില് ഈ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം ഇതുകൂടി ഒന്ന് ചേർത്ത് വെച്ച് പഠിക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ട പോയിന്റ് ഇതാണ്. അടുത്തിടെ ഹോർമൂസിൽ തകർന്നു വീണ കോപ്റ്റർ ഏതെന്നാണ്? നോട്ട് ചെയ്ത് വെക്കുക. AH-64 അപ്പാച്ചെ എന്നുള്ളതാണ്. എന്താണ്? AH-64 അപ്പാച്ചെ എന്നുള്ള ഈ ഒരു ഹെലികോപ്റ്റർ ആണ് അടുത്തിടെ എന്താണ് ഹോർമൂസിൽ തകർന്നു വീണിട്ടുണ്ടായിരുന്നത്. ഒമാൻ ഉൾക്കടലിലും മറ്റും എന്താണ് വീക്ഷിക്കുന്നതിന്, പെട്രോളിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന US ആർമിയിലെ ഒരു ഹെലികോപ്റ്ററാണ് എന്താണ് AH-64 അപ്പാച്ചെ എന്നുള്ളത്. അപ്പോൾ ഈ അടുത്തിടെ എന്താണ് ഈ ഒരു ഹോർമൂസിൽ തകർന്ന് വീണിരിക്കുകയാണ് ഈ ഒരു ഹെലികോപ്റ്റർ. അവിടെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു ഹെലികോപ്റ്റർ തകർന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ഇത് നമ്മൾ പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ എന്താണ് US ആർമിയുടെ ഹെലികോപ്റ്റർ ആണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ശത്രുക്കളുടെ ടാങ്കുകൾ തകർക്കുക, അതേപോലെ കരസേനയ്ക്ക് വ്യോമ പിന്തുണ നൽകുക തുടങ്ങിയവയാണ് ഈ ഒരു AH-64 അപ്പാച്ചെ എന്ന് പറയുന്ന ഈ ഒരു ഹെലികോപ്റ്ററിന്റെ ദൗത്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് എന്നാണ് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായത്? 1986 എന്നാണ് 1986 എന്താണ് AH-64 അപ്പാച്ചെ എന്നുള്ള ഈ ഒരു ഹെലികോപ്റ്റർ എന്താണ് US സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ഹോർമൂസിൽ തകർന്നു വീണിട്ടുള്ള ഹെലികോപ്റ്റർ ആണിത്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരം ആരെന്നാണ് നോക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കെയ്ൻ വില്യംസൺ ആണ്. ആരാണ്? കെയ്ൻ വില്യംസൺ ആണ്. അപ്പോൾ അദ്ദേഹം എന്താണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരമാണ്. ആരാണ്? കെയ്ൻ വില്യംസൺ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം ടെസ്റ്റ് മാച്ചിൽ നിന്നും 33 സെഞ്ചുറികളും അതേപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ ODI മത്സരത്തിൽ നിന്ന് 15 സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. അങ്ങനെ ആകെ എന്താണ് 48 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്താണ് ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 2026 എന്താണ് ജൂണിലാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ്. 2026 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് ചിത്രകാരൻ ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡേവിഡ് ഹോക്നി ആണ്. ആരാണ്? ഡേവിഡ് ഹോക്നി ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ചിത്രകാരനാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹം 1937 ജൂലൈയില് വടക്കൻ ഇംഗ്ലണ്ടിലെ ബ്രാഡ് ഫോർട്ടിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് 1937 ജൂലൈയിലാണ് വടക്കൻ ഇംഗ്ലണ്ടിലെ ബ്രാഡ് ഫോർട്ട് എന്നുള്ള പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചതെന്നാണ് ഓർത്തു വെക്കുക. 2026 ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് ചിത്രകാരനാണ് അദ്ദേഹം. ഡേവിഡ് ഹോക്നിയാണ്. ഇനി വരുന്ന PSC എക്സാമുകളിൽ വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് SCERT പാഠഭാഗങ്ങൾ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് SCERT പാഠഭാഗങ്ങൾ പഠിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് PSCയുടെ ഓരോ മാർക്കും കൂടി വരും. ഒരു റാങ്ക് മേക്കിങ്ങിലേക്ക് പോകുന്ന ഭാഗമാണ് SCERT പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ അറിവിടം ബുക്കുകൾ, ടാലന്റിന്റെ അറിവിടം ബുക്കുകൾ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഇനി അതേപോലെ തന്നെ അറിവിടം ബുക്കിലൂടെയും അല്ലാതെയും എന്താണ് SCERT പാഠഭാഗങ്ങൾ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടാലന്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ് ടാലന്റിന്റെ അറിവിടം പരിശീലന ചോദ്യങ്ങളുടെ ഈ ഒരു ബുക്ക്. 4300-ലധികം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയൻസും അതേപോലെ സോഷ്യൽ സയൻസുമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഈ ഒരു റാങ്ക് ഫെയറിലെ ഈ ഒരു ബുക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് നിങ്ങൾ സ്വന്തമാക്കുക. 2 സബ്ജക്റ്റും സയൻസും സോഷ്യൽ സയൻസും ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച
ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പാക്കുന്ന ആശുപത്രി ഏതെന്നായിരുന്നു നോക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് എന്താണ്? INS ബാസ് നാവിക വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വിമാനത്താവളം, എന്താണ് വ്യോമത്താവളം ഡെവലപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് അവിടെ ഗ്രീൻ ഫീൽഡ് സിവിൽ മിലിറ്ററി വിമാനത്താവളം വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിലും മുടങ്ങി കിടന്നിരുന്ന കീർത്തായി സ്റ്റേജ് 2 ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം സർക്കാർ ത്വരിതപ്പെടുത്തി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ്? തരുൺ കപൂർ, അദ്ദേഹം എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിന്റെ കാലാവധി എന്താണ് 1 വർഷത്തെ കൂടി നീട്ടി എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ നോക്കിയത്. ശേഷം നമ്മൾ നോക്കിയത് BIS ബാൻ ചെയ്തിട്ടുള്ള ഒരു എന്താണ് ടീ ബാഗ് ബാൻ ചെയ്ത കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഏത് രാസവസ്തു കാരണമാണെന്ന് ഓർത്ത് വെക്കുക. എപ്പിക്ലോറോ ഹൈഡ്രൻ അടങ്ങിയിട്ടുള്ള ടീ ബാഗുകൾ, എന്താണ് ചായ, അതേപോലെ തന്നെ ഗ്രീൻ ടീ തുടങ്ങിയവയുടെയൊക്കെ ടീ ബാഗുകളാണ് എന്താണ് ഈ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുള്ള, ഈ ഒരു രാസവസ്തു അടങ്ങിയിട്ടുള്ള ടീ ബാഗുകളാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. BIS ആണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ശേഷം നമ്മൾ നോക്കിയതൊരു എന്താണ് വേദിയായിരുന്നു. സാപ്പിംഗ് ഡയലോഗ് 2026 വേദി നമ്മൾ നോക്കി. അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ് നടന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയതൊരു പ്രമേയമാണ്. 2026 ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം നമ്മൾ നോക്കി. എന്തായിരുന്നു പ്രമേയം? റെഡ് കാർഡ് ടു ചൈൽഡ് ലേബർ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസന്റ് വർക്ക് ഫോർ അഡൾട്ട്സ് എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ് എല്ലാ വർഷവും ജൂൺ 12 ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയർ ആയത് ആരെന്നാണ്? എലോൺ മസ്ക് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സിന്റെ എന്താണ് IPO, എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്താണ് പ്രഖ്യാപിച്ചതിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ട്രില്യണയർ ആകാനായിട്ട്, ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയർ ആകാനായിട്ട് സാധിച്ചത്. അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഹോർമൂസിൽ തകർന്നു വീണ കോപ്റ്റർ ഏതെന്നാണ് നോക്കിയത്. അപ്പോൾ അമേരിക്കൻ ആർമിയുടെ AH-64 അപ്പാച്ചെ എന്നുള്ള ഈ ഒരു ഹെലികോപ്റ്ററാണ് അടുത്തിടെ അവിടെ തകർന്നു വീണത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വിരമിക്കലായിരുന്നു. എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അടുത്തിടെ വിരമിച്ചിട്ടുള്ള ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരം ആരെന്ന് നോക്കി? KN വില്യംസൺ ആണ്. അപ്പോൾ അദ്ദേഹം ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരമാണ്. രാജ്യം ഒന്ന് പ്രധാനപ്പെട്ടതാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വിയോഗം നോക്കി. 2026 ജൂണിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് ചിത്രകാരൻ ആരെന്നാണ് നോക്കിയത്? ഡേവിഡ് ഹോക്നി ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജനിച്ചത് 1937 ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട PSC പരീക്ഷയാണ് LGS, കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ് LGS ടാലന്റിന്റെ LGS PYQ എന്ന് പറയുന്നത്. 30 സെറ്റുകളാണ് ഇതിൽ വരുന്നത്. അതിലൂടെ 30,000 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 30,000 ചോദ്യങ്ങൾ മാത്രമല്ല, അവയുടെ ആൻസേഴ്സും അതിന്റെ എക്സ്പ്ലനേഷനും ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആൻസറിന്റെ എക്സ്പ്ലനേഷനും ഇതേപോലെ അതിൽ വന്നിട്ടുള്ള ബാക്കി 3 ഓപ്ഷന്റെ എക്സ്പ്ലനേഷനും ഉൾപ്പെടെയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഓരോ സെറ്റുകളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും നമുക്ക് പഠിച്ചു തീർക്കാൻ സമയമുണ്ട്, ഇനിയും വൈകിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ കഴിയുന്ന വിധത്തിൽ ഇനി നിങ്ങൾക്ക് ഓരോ PYQ ഒക്കെ നോക്കുന്ന സമയത്ത് അതിന്റെ ആൻസേഴ്സ്, റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ നിങ്ങൾക്ക് പോയി തപ്പി നോക്കേണ്ട ആവശ്യമില്ല. വേറൊരു ബുക്കും നോക്കണ്ട, ഈ ഒരു ബുക്കിൽ തന്നെ ഉണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. നമ്മുടെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി നോക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബുക്ക് സ്റ്റാളുകളിൽ പോയാൽ അവിടെയും ഇത് ലഭ്യമായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു LGS PYQ ബുക്ക് സ്വന്തമാക്കുക. നല്ല രീതിയിൽ പഠിക്കുക. എപ്പോഴും പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കുക. ഈ ഒരു എക്സ്പ്ലനേഷനൊക്കെ അന്വേഷിച്ച് സമയം കളയേണ്ട, വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ബുക്കാണ് ടാലന്റിന്റെ LGS PYQ ബുക്ക്. ഓക്കെ, ഇനി നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിലെ ഗാനം നൃത്ത സംവിധാനം ചെയ്ത ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് നോക്കുന്നത്? ഓപ്ഷൻ A ശക്തി മോഹൻ, ഓപ്ഷൻ B രാഘവ് ജുയാൽ, ഓപ്ഷൻ C സൗരവ് പ്രജാപതി, ഓപ്ഷൻ D രജിത് ദേവ്. അപ്പോൾ ആരാണെന്നൊന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം ഇതാണ്: അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന C34 ഡിജിറ്റൽ സുരക്ഷാ ബില്ല് അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ A കാനഡ, ഓപ്ഷൻ B ഫ്രാൻസ്, ഓപ്ഷൻ C ഓസ്ട്രേലിയ, ഓപ്ഷൻ D ജർമ്മനി. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ നൽകിയിരുന്ന ചോദ്യങ്ങൾ ഇതായിരുന്നു: നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്റർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന വനമേഖല ഏതെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ C ആണ്, തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് ശരിയുത്തരം. അടുത്ത ചോദ്യം ഇതായിരുന്നു: ബംഗളൂരുവിലെ കൈരളി കലാസമിതി സാഹിത്യ പുരസ്കാരത്തിന് 2026 അർഹയായത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ A ആണ്, സാറാ ജോസഫ് ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.